ഇവിടെയാണ് സ്ഥൂല ശരീര താതാത്മ്യത്തിന്റെയും സൂക്ഷ്മ ശരീര താതാത്മ്യത്തിന്റെയും കാരണശരീര താതാത്മ്യത്തിന്റെയും 3 രംഗവേദികൾ ഉള്ളത്. ഒരു പ്രാവശ്യം കഴിച്ച കിഴങ്ങിന് മധുരമോ ചവർപ്പോ കയ്പോ എന്നത് മസ്തിഷ്കത്തിൽ രേഖപ്പെടുത്തുന്ന മാത്രയിൽ ഒരു പ്രാവശ്യം ഉച്ചരിക്കുന്ന നാമത്തിന്റെ അംഗാംഗിയായ രസങ്ങൾ മസ്തിഷ്കത്തിൽ രേഖപ്പെടുത്തുന്നുണ്ടാവുമോ? സാധകൻ ആദ്യം ആലോചിക്കേണ്ടതാണ്. ഒരു പ്രാവശ്യം കേൾക്കുന്ന അശ്ലീല പദം എപ്പോൾ വേണമെങ്കിലും കേൾക്കാനും പറയാനും പാകത്തിന്, ഓർമ്മിക്കാൻ പാകത്തിന്, അതിൽ നിന്ന് ഭാവങ്ങൾ ഉണർത്താൻ പാകത്തിന് മസ്തിഷ്കത്തിൽ രേഖപ്പെടുത്തുന്ന ആവേഗത്തോടുകൂടി ആധ്യാത്മിക ശബ്ദങ്ങൾ നമ്മളുടെ മസ്തിഷ്ക നിഘണ്ടുക്കളിൽ രേഖപ്പെടുത്താറുണ്ടോ? രേഖപ്പെടുത്താറുണ്ടോ? അങ്ങനെയാണെങ്കിൽ സമയം പ്രത്യേകമില്ലല്ലോ. രേഖപ്പെടുത്തിയാൽ പിന്നെ അത് ചാടി പിടിക്കും. ഉണ്ടോ? എവിടുന്ന് ഇല്ലെന്ന് ഞാൻ പറയില്ല, ഉണ്ടോ എന്നാണ് എന്റെ ചോദ്യം. ഇല്ലയോ ഉണ്ടോ എന്നുള്ളത് നിങ്ങളുടെ ഉത്തരമാണ്. എന്റെ ചോദ്യം, ഞാനും നിങ്ങളും നടന്നു പോകുമ്പോൾ കേൾക്കുന്ന അശ്ലീല പദങ്ങൾ എന്റെയും നിങ്ങളുടെയും മസ്തിഷ്കത്തിൽ രേഖപ്പെടുത്തുന്ന വേഗത്തിൽ, ഞാനും നിങ്ങളും പോകുമ്പോൾ എന്നെയോ നിങ്ങളെയോ നോക്കി കൊഞ്ഞനം കുത്തുന്നവന്റെ കൊഞ്ഞനത്തിന്റെ രൂപം രേഖപ്പെടുത്തുന്ന ആ വേഗത്തിൽ, ഞാനും നിങ്ങളും നടന്നു പോകുമ്പോൾ അസൂയയുടെയും കുശുമ്പിന്റെയും വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും ഭാവങ്ങൾ രേഖപ്പെടുത്തുന്ന ആ വേഗത്തിൽ ആധ്യാത്മികമായ കാരുണ്യവും സ്നേഹവും വാത്സല്യവും നമ്മുടെ മസ്തിഷ്കങ്ങളിൽ രേഖപ്പെടുത്താറുണ്ടോ? അവ സ്ഥൂലവും സൂക്ഷ്മവും കാരണവുമായ ദേഹത്തോട് ചേർന്ന് ആവഹിക്കാറുണ്ടോ? ആധ്യാത്മിക സാധകൻ ഒരിക്കൽ ഒരെണ്ണം കേട്ടുകഴിഞ്ഞാൽ അവൻ അതിന്റെ മനന പ്രക്രിയയാണ്. വാസനാ മാലിന്യങ്ങൾ കഴുകിക്കളയുക എന്നുള്ളത് സുസാധ്യമേ അല്ല. വാസന എന്ന് പറയുന്നത് ഏതോ ഒരിക്കൽ കേട്ട ശബ്ദം, ഏതോ ഒരിക്കൽ കണ്ട രൂപം, ഏതോ ഒരിക്കൽ കണ്ട മറ്റ് കാര്യങ്ങൾ. അപ്പോൾ ശബ്ദ സ്പർശ രൂപ രസഗന്ധാദികളാണ് ബാഹ്യവിഷയത്തോട് ബന്ധപ്പെടാനുള്ള എന്റെ കരണകലവികൾ എന്നുള്ളത് ഇരിക്കെ, അങ്ങനെ എന്റെ ഇന്ദ്രിയങ്ങൾ അവയോട് ബന്ധപ്പെട്ടപ്പോൾ ഒന്നേ ബന്ധപ്പെടുന്നുള്ളൂ എങ്കിൽ അവ വാസനകളാകുന്നില്ല. അവിടെ കണ്ട് അവിടെ തീരുന്നു. അത് കണ്ട് അതിനെ മനനം ചെയ്ത് കഴിയുമ്പോൾ, ഞാൻ കഴിച്ച ആഹാരങ്ങൾ മനനപൂർവം കഴിക്കുമ്പോൾ, ഞാൻ കഴിക്കുന്ന ആഹാരം മനനപൂർവം കഴിക്കുമ്പോൾ, ഞാൻ കാണുന്ന കാഴ്ചകൾ മനനപൂർവം കാണുമ്പോൾ, ഞാൻ കേട്ട ശബ്ദങ്ങൾ മനനപൂർവം കേൾക്കുമ്പോൾ, എപ്രകാരമാണോ ശ്രവണവും മനനവും നിധിധ്യാസനവുമായി അത് രൂപാന്തരപ്പെടുന്നത്, അതുപോലെ ആ കേട്ട ശബ്ദവും കണ്ട രൂപവും സ്പർശിച്ച സ്പർശനത്തിന്റെയും മണത്തതിന്റെയും ഭാവഹാവാദികൾ അതിനെ കൂടുതൽ മനനത്തോടുകൂടി ചെയ്തപ്പോഴാണ് അതെന്റെ സ്ഥൂല ശരീരത്തിനപ്പുറം സൂക്ഷ്മ ശരീരത്തിൽ അധ്യസിച്ച് എന്റെ ഉപബോധ പ്രക്രിയയിൽ കിടക്കുന്നത്. എപ്പോഴെല്ലാം ആവശ്യം വരുന്നോ അപ്പോഴെല്ലാം ഉത്ബുദ്ധമാകുന്ന തരത്തിൽ ഞാനൊരു കിഴങ്ങ് കഴിക്കുന്ന വേളയിൽ ആ കിഴങ്ങിന്റെ രുചിയും ഗുണവും മണവും മനനം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ മസ്തിഷ്കത്തിൽ രേഖപ്പെടുത്തുകയും പിന്നീട് അതേ സാദൃശ്യമുള്ള ഏത് കിഴങ്ങ് കാണുമ്പോഴും അതിന്റെ സാധ്യതയെക്കുറിച്ച് പറയുവാൻ തക്കവണ്ണം എന്റെ അറിവായി അത് തീരുകയും ചെയ്യുന്നത് എന്റെ സൂക്ഷ്മ ശരീരത്തിലാണ്. അത് വീണ്ടും എന്റെ ബോധപ്രക്രിയയുടെ വാസനകൾ അനുദ്ബുദ്ധങ്ങളാകുമ്പോൾ
അത് ചെന്ന് പതിക്കുന്നത് എന്റെ സുഷുപ്തി ശരീരത്തിലാണ്, കാരണ ശരീരത്തിലാണ്. അതിന് എന്റെ ബോധപ്രക്രിയയിലേക്ക് പോലും വരാതെ എന്നെ ഞാനറിയാതെ അങ്ങോട്ട് കൊണ്ടുപോകുന്നതാണ്. മൃഗങ്ങൾക്ക് ആഹാര, നീഹാര, മൈഥുന, നിദ്രാവാസനകൾ സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരങ്ങളിൽ കാലാനുഗതമായി മാത്രമേ രേഖപ്പെടുത്തുന്നുള്ളൂ. പുല്ല് കുറെ തിന്നു കഴിഞ്ഞാൽ മര്യാദയ്ക്ക് പശു കിടന്നോളും. പിന്നെ നിങ്ങൾ എന്തുകൊണ്ട് ഇട്ടു കൊടുത്താലും അത് തിന്നില്ല. ഇനി അത് അയവിറക്കി കഴിയണം. വല്ല വാവു അടുക്കുമ്പോൾ മാത്രമേ അതിന്റെ മസ്തിഷ്കത്തിൽ സൂക്ഷ്മ ശരീരത്തിൽ എണചേരൽ കയറ്റിവെച്ചിട്ടുള്ളൂ. അപ്പോൾ മാത്രമേ അതിന് വികാരങ്ങൾ ഉണ്ടാവൂ. ചുറ്റും നോക്കിയേ കാണാവുന്ന കാര്യമാണ്. ആ മൃഗസഞ്ചയങ്ങളെക്കാൾ ഞാനല്ല പറഞ്ഞു, അതിന് ഉത്തരവാദിത്വം എനിക്കില്ല. നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞ നിലയ്ക്ക് ഞാനത് അങ്ങ് അംഗീകരിച്ചിരിക്കുന്നു. അല്ല, പലരും പറഞ്ഞു ആ മൃഗങ്ങളെക്കാൾ മോശമാണ് നമ്മൾ. അപ്പൊ പിന്നെ ഇനി ഞാനത് അംഗീകരിച്ചില്ല എന്ന് നിങ്ങൾ പരാതി പറയണ്ട. അത് ഞാൻ അംഗീകരിച്ചിരിക്കുന്നു. അതുകൊണ്ട് ആ മൃഗസഞ്ചയങ്ങളിൽ വാസനാജാലങ്ങൾ ഒരു പ്രത്യേക കാലത്തേക്കോ പ്രത്യേക വിഷയത്തിലോ മാത്രം താൽക്കാലികമായി സൂക്ഷ്മകാരണ ശരീരങ്ങളിൽ കയറിയിരിക്കുന്നുവെങ്കിൽ കാലഭേദവും ദേശഭേദവുമില്ലാതെ വിഷയവ്യാപാരങ്ങൾ അത്രയും സൂക്ഷ്മകാരണ ശരീരങ്ങളിൽ വാസനാമയങ്ങളായി ഉത്ബുദ്ധങ്ങളും അനുദ്ബുദ്ധങ്ങളുമായി കയറി നിൽക്കുന്നതാണ് മാനവചേതന. ഇപ്പോൾ അന്ന് ഇത്രയേറെ വിഷയവാസനകളുടെ സാധ്യതകളില്ല. ഒരു സമയത്തുണ്ടാകത്തക്ക വിധത്തിൽ ക്രമമായ ഒരടുക്കും ചിട്ടയും ഉണ്ടായിരുന്നു. അല്ല, യാതൊരു കൺട്രോളും ഇല്ല. അത് നാച്ചുറലായി. വീട്ടിലൊരു അച്ഛനും അമ്മയും ജീവിക്കുമ്പോൾ, വീട്ടില് കൂട്ടുകുടുംബ വ്യവസ്ഥയ്ക്കുള്ളിൽ കഴിഞ്ഞിരുന്ന അന്ന് ഒരു രാമനും അയാളുടെ ഭാര്യയും അവരെക്കാൾ പ്രായം കുറഞ്ഞവർ ആ വീട്ടിലുണ്ട് എന്ന് കണ്ടാൽ അവരുടെ കാമകേളികൾ നിയന്ത്രിതങ്ങളായിരുന്നു. ബോധപൂർവം നിയന്ത്രിതങ്ങളായിരുന്നു. ആരും കൺട്രോൾ ചെയ്തല്ല, നാച്ചുറലായി. പാടില്ല. ഇതാ അവൻ കാണും, കൊച്ചുകുട്ടിയല്ലേ. നിങ്ങളുടെ കഴിഞ്ഞ തലമുറയിലെ അച്ഛനും അമ്മയും ഇളയ ആളുകൾ വീട്ടിലുള്ള സമയങ്ങളിൽ പ്രേമചേഷ്ടകളോ പ്രകടനങ്ങളോ കാണിച്ചില്ല. ഇത് കാണിക്കാതിരുന്നതുകൊണ്ട് അവർ വികാരങ്ങളെ സപ്രസ് ചെയ്തു എന്ന് പറഞ്ഞ് ഒരയൽവക്കംകാരന്റെയും ഭിത്തി തുളയ്ക്കാൻ പോയില്ല. പച്ചയായ മലയാളത്തിൽ പറഞ്ഞാൽ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ലെങ്കിലും, ഇത്രയധികം കുറ്റകൃത്യങ്ങൾ അവർ ചെയ്തുമില്ല. ഇസ് ഇറ്റ് അഗ്രിയബിൾ ടു ഓൾ? മര്യാദയ്ക്ക് ചില സത്യങ്ങളെ അംഗീകരിച്ച് ജീവിച്ച അവർ സ്ത്രീ പീഡനങ്ങളിൽ പെട്ടില്ല. ബസ്സുകളിലും മറ്റ് തീർന്നു കഴിഞ്ഞിട്ട് സംശയം ചോദിച്ചു. ബസ്സുകളിലും മറ്റു വാഹനങ്ങളിലും സഞ്ചരിക്കുമ്പോൾ അച്ചടക്കത്തോടെ മാത്രമേ അവർ സഞ്ചരിച്ചിരുന്നുള്ളൂ. ഭാര്യയുടെ അസാന്നിധ്യത്തിൽ ഭർത്താവും ഭർത്താവിന്റെ അസാന്നിധ്യത്തിൽ ഭാര്യയും വികാരങ്ങൾക്കു വേണ്ടി വീർപ്പുമുട്ടി കാണിച്ചുമില്ല.
എന്നെ കേൾക്കുന്ന 45-50 വയസ്സിൽ കൂടുതൽ പ്രായമുള്ള മുഴുവൻ പേർക്കും സമ്മതമാകുമെന്ന് വിശ്വസിക്കുന്ന വാക്കുകളാണ് ഞാൻ പറയുന്നത്. അതിൽ താഴെയുള്ളവർക്ക് ഒരു പക്ഷേ അറിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവരുടെ ജീവിതത്തിൽ പരിചയമുള്ളതാകാൻ സാധ്യതയില്ല. അതുകൊണ്ട് അവർ സംശയം ചോദിച്ചാൽ ഞാൻ പുറകെ ഉത്തരം പറയാം. അതിൽ മുകളിൽ പ്രായമുള്ളവർക്ക് ഞാൻ പറയുമ്പോൾ തന്നെ പ്രതികരിക്കാം. കൊച്ചുകുട്ടികൾക്ക് ഞെട്ടലുണ്ടാവും ചിലപ്പോൾ, ഇങ്ങനൊരു കാലമുണ്ടായിരുന്നു എന്ന് കേൾക്കുമ്പോൾ. ഒരു കുഞ്ഞ് ജനിച്ചാൽ സാമാന്യ മര്യാദയിൽ അച്ഛനും അമ്മയും ദമ്പതിക്രിയ ചെയ്യുന്ന കട്ടിലിൽ കുഞ്ഞിനെ കിടത്തിയിരുന്നില്ല. കാരണം ആ ശിശുവിന്റെ മസ്തിഷ്കത്തിൽ അച്ഛന്റെ അമ്മയുടെയും ദമ്പതിക്രിയയുടെ ഭാവഹാവാദികൾ വികലമായി രേഖപ്പെടുത്തിയേക്കുമെന്നുള്ളത് കൊണ്ട് മുത്തശ്ശനോടോ മുത്തശ്ശിയോടോ ഒപ്പം കിടത്തിയിട്ട് മാത്രമേ അത്തരം പ്രക്രിയകൾക്ക് വിഷയീഭവിച്ചിരുന്നുള്ളൂ. Am I right? വിഷയം ഗൗരവമുള്ളതാണ്, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. കുട്ടികൾ അല്പം മുതിർന്നാൽ കുട്ടികളുടെ മുമ്പിൽ വെച്ച് ഭാര്യാഭർത്താക്കന്മാർ, അവർ ഭാര്യാഭർത്താക്കന്മാരും കാമകേളികളിൽ ഏർപ്പെടുന്നവരും അവർ ശൃംഗാര ചതുരരുമാണെന്ന് തോന്നുന്ന വിധത്തിലുള്ള ഒരു പ്രവർത്തനം പോലും വരാതിരിക്കുവാൻ ജാതിയോ മതമോ വർഗമോ വർണ്ണമോ നോക്കാതെ അന്നത്തെ ആളുകൾ ഒരേപോലെ മര്യാദക്കാരായിരുന്നു. No or yes? Yes with a capital Y. ഇത്രയധികം കുറ്റകൃത്യങ്ങളൊന്നും ഉണ്ടായില്ല. ഒരു വികാരവും സപ്രസ് ചെയ്തതിന്റെ പേരിൽ ഇന്ന് കാണുന്ന മാരക രോഗങ്ങളൊന്നും അന്ന് രേഖപ്പെടുത്തപ്പെട്ടില്ല. അന്നത്തെ ആചാര്യന്മാർ പഠിപ്പിച്ചു കൊടുത്ത ഏതെങ്കിലും സാധനാക്രമങ്ങൾ ഉണ്ടെങ്കിൽ അവ മനസ്സിനെ നിയന്ത്രിക്കാനുള്ളവ മാത്രമായിരുന്നു. അതിൽ നിന്നുണ്ടായ സന്താനങ്ങൾ വിദ്യാഭ്യാസത്തിന്റെ ഒരു നല്ല കാലമെന്ന് പറയാവുന്ന ഒരു 15-16 വയസ്സുവരെ വിഷയലോകങ്ങളെക്കുറിച്ച് അധികം അറിയുന്നവരായിരുന്നില്ല. അവരുടെ നിഷ്കളങ്കത പ്രകൃതിയിലെ പല ജീവജാലങ്ങളോടും സസ്യങ്ങളോടും അവരെന്ന പോലെ പ്രതികരിക്കാനും ഇടപെടാനും കാവ്യാത്മകമായൊരു മനസ്സുണ്ടാകുവാനും ആ കുട്ടികളെ അന്ന് സഹായിക്കുകയും ചെയ്തിരുന്നു. ഒഴുകുന്ന പുഴയോടും പെയ്ത് നിൽക്കുന്ന മഴയോടും വഴിയിൽ കിടക്കുന്ന ജലത്തോടും കുളിക്കടവിലെത്തുമ്പോൾ തുള്ളുന്ന മീനുകളോടും ഇലകളുടെ മർമരങ്ങളോടും പൂക്കളോടും കായ്കളോടും കനികളോടും അവർ സമരസപ്പെട്ടത് അവരെന്ന പോലായിരുന്നു. നോ ഓർ യെസ്. കളിയും ചിരിയും ഉല്ലാസവുമായി യാത്ര ചെയ്ത കാലങ്ങളിൽ വലിയവരുടെ മസ്തിഷ്കങ്ങളെ ചിന്തിപ്പിക്കുന്ന കാര്യങ്ങളൊന്നും കുട്ടികളുടെ മസ്തിഷ്കങ്ങളെ ബാധിച്ചിരുന്നില്ല. ലാഘവത്തോടെ വഴിയിൽ കിടക്കുന്ന വെള്ളത്തിൽ ഇടത്തുകാൽ അമർത്തി വലത്തുകാലുകൊണ്ടടിച്ചു കൂട്ടുകാരന്റെ ദേഹത്തേക്ക് തെറിപ്പിക്കുമ്പോഴും അതിൽ സ്നേഹത്തിന്റെയും ചങ്ങാത്തത്തിന്റെയും ഭാവങ്ങളുണ്ടായിരുന്നു.
അച്ഛൻ പുതുതായി വാങ്ങിത്തന്ന കല്ല് പെൻസിൽ ഒടിച്ച് എഴുതാൻ കല്ല് പെൻസിൽ ഇല്ലാത്തവന് ഒരു മുറി കൊടുത്തെഴുതിപ്പിക്കുമ്പോൾ ഉണ്ടായിരുന്ന ചാരുത പൂർണ്ണമായിരുന്നു. ഇങ്ങനെ അങ്ങോട്ട് വർണ്ണിച്ചാൽ മണിക്കൂറുകൾ വാചാലമാകാൻ സ്റ്റോക്ക് എനിക്കുണ്ടാവും. അതിലൊന്നുപോലും എതിർക്കാൻ നിങ്ങൾക്ക് പ്രാണിയും ഉണ്ടാവില്ല. ഉണ്ട്. അത് കുട്ടികൾ ചെയ്തിരുന്നു. പല കവിതകളും മുതിർന്നവർ വായിക്കുന്നൊക്കെ ഒളിച്ചൊക്കെ വായിച്ചിരുന്നു. അതും ശരിയാണ്. ആ കാലഘട്ടത്തിന് കുട്ടികൾ ഏതാണ്ട് ഒരു 15-16 വയസ്സെത്തുന്നത് വരെ അറിഞ്ഞിരുന്നില്ല സ്ത്രീ പുരുഷ ബന്ധത്തിൽ നിന്നാണ് അടുത്ത സന്താനം ഉണ്ടാകുന്നത്. അങ്ങനൊരു സംസ്കാരം ഉണ്ടായിരുന്നു. അന്ന് അച്ഛനും അമ്മയൊക്കെ കുട്ടികളുണ്ടാകുന്നതിനെ പറ്റി ചോദിച്ചാൽ അത് ദൈവം കൊണ്ട് തന്നാണെന്നൊക്കെയാ പറയാ. ഞാൻ എങ്ങനെയമ്മ ഉണ്ടായി, അത് ദൈവം തന്നാടാ എന്ന് പറയും. അല്ല, വേറൊന്നും പറയില്ല, അത് ദൈവം തന്നതാ നിന്നെ. അതിൽ കുട്ടി തൃപ്തനുമാണ്. പല ചോദ്യങ്ങളുടെ ഉത്തരം ദൈവത്തിലായിരിക്കുക. മഴ എങ്ങനെയാ വരുന്നത്? അത് ദൈവം മുകളിൽ വെള്ളം ഒഴിക്കുന്ന. അതിന്റെ ശാസ്ത്രീയതൊന്നും ആ കുട്ടിക്കാലത്ത് അറിയണമെന്ന് വലിയ ആഗ്രഹമൊന്നും ഉണ്ടായിരുന്നില്ല. അത് കുട്ടിക്കാലത്ത് അറിയാത്തത് കൊണ്ട് പ്രായമായപ്പോൾ അറിഞ്ഞപ്പോൾ നല്ലപോലെ അറിയാൻ ഇടയാവുകയും ചെയ്തു. അറിയേണ്ട സമയത്ത് അറിഞ്ഞപ്പോ മനസ്സിലായില്ല. റൈറ്റ് ടൈം. ഒരു 10-20 വയസ്സ് കഴിഞ്ഞ് ഇതാണ് പണിയെന്ന് അറിയുമ്പോ അതിന്റെ ഉന്മേഷമൊന്ന് വേറെയാ. മറിച്ച് 5 വയസ്സ് അറിഞ്ഞ് പരീക്ഷിച്ചു നോക്കിയാൽ അപകടകരമാണ്. അപ്പൊ അങ്ങനെയുള്ളൊരു ജീവിതക്രമം അന്നുണ്ടായിരുന്നു. വൈകാരികമായ കാര്യമായ അസന്തുലിതാവസ്ഥകളൊന്നുമില്ലാതെ സ്വച്ഛന്തവും സുഭഗവുമായി ജീവിക്കുവാൻ അന്ന് കഴിഞ്ഞിരുന്നു. ദാരിദ്ര്യം അതിന്റെ മൂർധന്യത്തിൽ നിൽക്കുമ്പോൾ പോലും പലപ്പോഴും ഭൗതിക ദാരിദ്ര്യം അതിന്റെ എല്ലാ ഭാവഭാവാദികളോടും കൂടി നടമാടുമ്പോഴും ആന്തരികമായ സൗകുമാര്യതയ്ക്കോ ആനന്ദത്തിനോ സ്വച്ഛതയ്ക്കോ ആ ദാരിദ്ര്യം കുറവ് വരുത്തിയിരുന്നില്ല. സമ്പന്നത അതിന്റെ എല്ലാ ഭാവങ്ങളോടും കൂടി നടമാടുമ്പോഴും രോഗവും ദുഃഖവും അസ്വസ്ഥതയും ആധുനികന്റെ മുഖമുദ്രയായിട്ടുമുണ്ട്. ആധ്യാത്മിക ടെക്നിക്കുകൾ അതിനെ കൂടുതൽ വികൃതങ്ങളുമാക്കിയിട്ടുണ്ട്. ഈ വസ്തുതയൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് ബാക്കി എനിക്ക് പൂരിപ്പിക്കാനാവില്ല. അതാണ് അതുകൊണ്ട് വളരെ തുറന്ന മനസ്സോടെ സമീപിച്ചു നോക്കൂ. സ്ഥൂല വ്യാപാരങ്ങൾക്കപ്പുറം അന്ന് വിഷയ വ്യാപാരങ്ങൾ ഗൗണവും ആത്മബോധം മുഖ്യവുമായിരുന്നു. അച്ഛനും അമ്മയും കുഞ്ഞുമെല്ലാം ആ ദാരിദ്ര്യത്തിലും സമയമില്ലായ്മയിലും പ്രഭാതത്തിലും പ്രദോഷത്തിലും തങ്ങളുടെ സാധനകൾ മുടക്കിയിരുന്നില്ല. ഏത് വിഷയേന്ദ്രിയ വ്യാപാരവും അവരെ സാധന മുടക്കി അതിലേക്ക് പോകാൻ പ്രേരിപ്പിച്ചിരുന്നില്ല.
എന്താണിതുകൊണ്ടുള്ള ഭൗതിക നേട്ടമെന്നോ പ്രയോജനമെന്നോ ചോദിച്ചാൽ അതിനുത്തരം പറയാൻ ആവില്ലെങ്കിൽ പോലും അത് ചെയ്യാതിരിക്കാൻ പറ്റാത്തവരായിരുന്നു അന്നത്തെ ആളുകൾ. യുക്തിപൂർവം അവർ ചെയ്യുന്നതിന്റെ പ്രയോജനത്തെക്കുറിച്ചോ അത് നാളെ തരാൻ പോകുന്ന കാര്യത്തെക്കുറിച്ചോ ഒന്നും പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ പറ്റില്ലെങ്കിലും അത് മുടക്കാൻ പറ്റില്ല എന്ന കാര്യത്തിൽ അവർ ഏകസ്വരത്തിലായിരുന്നു. കാലത്തുള്ള നാമജപം, സന്ധ്യയ്ക്കുള്ള നാമജപം, ഇവയൊക്കെ പണിയൊക്കെ ഒതുക്കി കുളിച്ച് ശുദ്ധമായി വന്ന് ഭാര്യയും ഭർത്താവും ഒക്കെ ഇരുന്ന് ചെയ്യുന്നത് ഒരു ദിവസമെങ്കിലും മുടക്കാൻ അവർക്ക് പറ്റിയിരുന്നില്ല. ആഹാരവും നീഹാരവും മൈഥുനവും എല്ലാം അവർക്ക് ഗൗണം മാത്രമായിരുന്നു, മുഖ്യമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ തന്റെ ഭാര്യയിൽ മറ്റൊരുവന്റെ പുത്രനോ തന്റെ ഭർത്താവിന് മറ്റൊരുവളിൽ പുത്രനോ ഉണ്ടായാൽ പോലും സമചിത്തത കൈവെടിയാതെ നിലകൊള്ളുവാനും അതിനെ ഹിംസാത്മകതയിലേക്ക് കൊണ്ടുപോയി ഏതോ പേര് നേടുവാനും അത് കഴിഞ്ഞ് മറ്റേയാരെയെങ്കിലും വഞ്ചിച്ചതിനെ ഏൽപ്പിക്കുവാനും ഒന്നുമുള്ള തൃഷ്ണയില്ലാത്തൊരു സത്യസന്ധത അന്നുണ്ടായിരുന്നു. കുറച്ച് അപകടകരമായ ഞാൻ പറഞ്ഞത്. ഒരു മകൾ വിവാഹപൂർവമായി പ്രസവിച്ചു എന്നാൽ പോലും അത് പേരുദോഷവും സമാജത്തിൽ പ്രശ്നവും ഉണ്ടാക്കുമെന്ന് പറഞ്ഞ് ഏതെങ്കിലും തെറ്റ് ചെയ്യുവാൻ മാതാപിതാക്കളെയോ അന്നത്തെ സാമൂഹ്യ വ്യവസ്ഥിതിയെയോ ഇന്നത്തെ പോലെ കർക്കശമായി വഞ്ചനാത്മകമായി കളങ്കപൂർവകമായി ചിന്തിക്കുന്ന സ്ഥലമായിരുന്നില്ല പ്രായേണ സാധാരണ ജനങ്ങളുടെ ജീവിതക്രമങ്ങളിൽ. കുറെ ഉന്നതന്മാരുടെ ജീവിതക്രമങ്ങളിലുണ്ടാവും. ഇന്ന് സാധാരണന്റെ ജീവിതവും അതുതന്നെയാണ്. തന്റെ വീട്ടിൽ തന്റെ ഭാര്യാമക്കളെ ചൂണ്ടിക്കാണിച്ച് ഇത് ഇന്നയാളുടെ മകനാണ്, ഇത് ഇന്നയാളുടെ മകനാണ്, അത് എന്റെ മകനാണ്, അവരെല്ലാം ഇപ്പോ ഞാനാണ് നോക്കുന്നത് എന്ന് പറയുന്ന, അതുകൊണ്ട് അഭിമാനമൊന്നും പോകാത്ത ഒരുപാട് അച്ഛന്മാർ ഇപ്പോഴും 80-90 വയസ്സിൽ പലയിടത്തും ഉണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളൊരു നാട്ടുകാരല്ല. ഉണ്ട്. അതിനേക്കാൾ ഇങ്ങനൊരു കാലം ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. കുറെ കൂടെ ഇങ്ങനൊരു കാലം എന്ന് പറഞ്ഞാല് മക്കൾ പലരുടെയാണ് അതൊക്കെ അങ്ങനെ തന്നെ സമ്മതിച്ചുകൊണ്ട് അവരുടെ എല്ലാ കാര്യവും നോക്കി ജീവിക്കുന്ന ഒരു 10-15 ഉദാഹരണമെങ്കിലും പറയാൻ നിങ്ങളുടെയൊക്കെ തലച്ചോറിലുണ്ടാവും, നിങ്ങളുടെ പ്രായത്തിലുള്ളവരുടെ. റൈറ്റ്? ഇനി എന്റെ കൂടെ ഞാൻ ഈ ചുറ്റുവട്ടത്തൊക്കെ കാണിച്ചുതരാം. അത് ഇത്ര വലിയ പാടൊന്നുമില്ല. ഞാൻ കാണിച്ചുതരാം, നിങ്ങളുടെ അയൽവക്കത്തൊക്കെ തന്നെ കാണിച്ചുതരാം. അത് ഒരുപാട് ദൂരമൊന്നും പോകണ്ട. നിങ്ങൾക്ക് ഇനി പരിചയമില്ലെന്ന് പറയണേ, എനിക്ക് പരിചയമുണ്ട്. എത്ര എത്ര ആർജവത്തോടെ, എത്ര സത്യസന്ധതയോടെ അമ്മ പറയും ഇത് അദ്ദേഹത്തിന്റെ മകനാണ്, ഇന്നയാളുടെ മകനാണ്, അതിവിടെ തേങ്ങ ഇടാൻ വന്ന കാലത്തുള്ളതാണ്, ഇത് കല്ല് വെട്ടാൻ വന്ന കാലത്ത് ഉണ്ടായതാണ്, ഇവൻ അടുത്ത് ശാന്തിക്ക് വന്നപ്പം അതിലുള്ള മകനാണ്.
അവനിപ്പോഴും പൂജയിലും അതിലും ഇതിലുമൊക്കെ താല്പര്യം. വളരെ ലാഘവത്തോടെയാണ് പറഞ്ഞ് പരിചയപ്പെടുത്തുന്നത്. അല്ലാതെ നിങ്ങളുടെ കൂട്ട് ഇതാ മറ്റൊരാളെ അറിയുമ്പോഴേ ഏതാണ്ട് വലിയ മഹാപരാധം ചെയ്തു എന്ന വിചാരത്തിലൊന്നുമല്ല. ഈ അപരാധമൊക്കെ എല്ലാവരും എന്നും ചെയ്തുകൊണ്ടായിരിക്കുന്ന. പക്ഷെ കുഞ്ഞാണ് സത്യം, നിങ്ങളുടേത് മാത്രമാണ്. അങ്ങനെ വന്നു പോയെന്നേ ഉള്ളൂ ഈ ആധ്യാത്മികത എന്നുള്ളത്. കുറച്ച് കടന്നുപോയിട്ടുണ്ടാവും ഞാൻ. നിങ്ങൾക്ക് ഈ പൊരുത്തപ്പെടാൻ വിഷമമുള്ളത് ഡയറക്റ്റ് ഹിറ്റായുണ്ടാണ്. വളച്ചും തിരിച്ചു നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സഹിക്കാം. ഇത് വളവും തിരിവൊന്നുമില്ല, ഡയറക്റ്റ്, ഏകദം ഡയറക്റ്റ്. സാധാരണ മരുന്ന് എന്നുള്ള പദം ഞാൻ ഉപയോഗിച്ചില്ല. ഈ നിലകളെ വരെ സത്യസന്ധതയോടെ നേരിടാൻ അവർക്ക് കഴിഞ്ഞിരുന്നുവെന്ന് ഞാൻ പദം ഉപയോഗിച്ചു. വഞ്ചനാത്മകത ഇന്നത്തെ പോലെ ഉണ്ടായിരുന്നില്ല എന്ന് ഞാൻ പറഞ്ഞുള്ളൂ. എക്സെപ്ഷൻസ് ആർ വെരി ഫ്യൂ. അത് മാത്രമേ താരതമ്യം. അതില്ലായിരുന്നൊന്നും ഞാൻ പറഞ്ഞില്ല, ഉണ്ടായിരുന്നു വഞ്ചനയുള്ളവർ. ബട്ട് ദേ ആർ വെരി ഫ്യൂ. എനിക്കേതായാലും അതിനോടും യോജിക്കാൻ പറ്റില്ല. ജനസംഖ്യയും സാമൂഹ്യ പ്രശ്നങ്ങളുമായി, ജനസംഖ്യയും സംസ്കാരവുമായി, ജനസംഖ്യയും ആധ്യാത്മികതയുമായി, ജനസംഖ്യയും ഭൗതികതയുമായി എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ അത് ആനുപാതിക അംശത്തിലുള്ള വികാസം മാത്രമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മാത്രം. മറ്റൊരു തരത്തിലും അത് മനുഷ്യജീവിതത്തിന്റെ ഊടും പാവുമാണെന്ന് ഞാൻ വിശ്വസിക്കാറില്ല. ഞാൻ പറഞ്ഞതിന്റെ സമ്മാൻ സബ്സ്റ്റൻസ് അവിടെ കിടക്കുക. അതിൽ നിന്നാണ് നമ്മൾ ഈ ദൂരമെല്ലാം പോകുന്നത്. ഒരാൾ രാവിലെ എഴുന്നേറ്റാൽ അയാൾക്ക് കുറച്ച് രൂപ പോയാൽ, പറമ്പിൽ നിന്ന് ഒരു മരം വേറൊരുത്തൻ മുറിച്ചു കൊണ്ടുപോയാൽ, അതിർത്തിയിൽ നിന്ന് 2 സെന്റ് ഒരുത്തൻ മാന്തിയെടുത്താൽ, വഴിക്ക് വേണ്ടി തന്റെ പറമ്പിന്റെ ഒരു അരികു മാന്തിപ്പോയാൽ ഒന്നും ഉണ്ടാകുന്ന വേദന ഒരു ദിവസത്തെ അനുഷ്ഠാനം മുടങ്ങിക്കഴിഞ്ഞാലുള്ള വേദനയോട് താരതമ്യം ചെയ്താൽ താരതമ്യം അർഹിക്കാത്ത വിധത്തിൽ അകലമായിരുന്നു. ഇതാണ് അതിന്റെ തലം. ഇന്ന് ഞാനൊരു ആശ്രമത്തിന്റെ മഠാധിപതിയായി, ദശമഠാധീശ്വരായി, 10 മഠങ്ങളുടെ അധീശൻ, ലോകമെമ്പാടും അറിയപ്പെടുന്നവനായി, ആധ്യാത്മികതയുടെ കാവൽ ഭടനായി അറിയപ്പെടുമ്പോഴും എന്റെ ഒരു ദിവസത്തെ അനുഷ്ഠാനം തെറ്റിയാൽ, എന്റെ ഈശ്വരപരമായ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റാതെ വന്നാൽ, എന്റെ ഓർമ്മയുടെ കലവികളിൽ നിന്ന് ആധ്യാത്മിക ശാസ്ത്രത്തിന്റെ, വേദാന്തത്തിന്റെ, യോഗശാസ്ത്രത്തിന്റെ പദങ്ങൾ വിസ്മൃതിയിലേക്കായിപ്പോയാൽ അവയൊന്നും എന്നെ വേദനിപ്പിക്കുമെന്ന് തോന്നില്ല. പരിചയക്കാരനിൽ ഒരുത്തന്റെ പേര് പറയാൻ ഞാൻ മറന്നുപോയാൽ, എന്റെ സമ്പാദ്യത്തിന്റെ കണക്കുകൾ കൂട്ടുമ്പോൾ അതിലൊരെണ്ണം ഇപ്പോൾ ഓർമ്മിക്കാൻ കഴിയാതെ വന്നാൽ, എന്റെ 10 മഠങ്ങളുടെ സ്വത്തുവകകൾ കൂട്ടുമ്പോൾ അതിലേതെങ്കിലും ഒരു മൂല എനിക്കിപ്പോൾ ഓർമ്മയിൽ കിട്ടാതെ വന്നാൽ, 10 കൊല്ലം മുമ്പുള്ള അക്കൗണ്ട് സമർപ്പിച്ചതിലെ ലാഭനഷ്ടങ്ങളുടെ ഒരെണ്ണം 10 കൊല്ലം കഴിഞ്ഞ് ഇപ്പോഴത്തതുമായി താരതമ്യം ചെയ്യുമ്പോൾ എന്റെ മസ്തിഷ്കത്തിലേക്ക് ടാക്സ് കൂട്ടുമ്പോഴോ മറ്റോ കടന്നു വരാതിരുന്നാൽ, ചാർട്ടേഡ് അക്കൗണ്ടന്റുമായി ഞാൻ സംസാരിക്കുമ്പോൾ 3 കൊല്ലം മുമ്പെടുത്ത ഒരു പേപ്പർ ഇപ്പോൾ എനിക്ക് അത്ര കൃത്യമായി ഓർക്കാൻ കഴിയാതെ വന്നാൽ, അതിലെനിക്ക് തോന്നുന്ന വേദന മറ്റതിലെനിക്ക് തോന്നാറില്ല. നൂറോ 200 ഏക്കർ കിടക്കുന്ന സ്ഥലങ്ങളുടെ മൂലയിൽ
പുറമ്പോക്കിൽ ഒരു വീടും വെച്ചവൻ അതിന്റെ അരികിൽ നിന്ന് 10 സെന്റ് കവർന്നെടുത്താൽ അത് തിരിച്ചു പിടിക്കുന്നതിന് ഞാൻ കാണിക്കുന്ന ശുഷ്കാന്തി, അതിന് ഉദ്യോഗസ്ഥന്മാരെ ഞാൻ പോയി കാണുന്ന രീതി, നാട്ടുകാരെ കൂട്ടി അവനെ തല്ലാൻ ശ്രമിക്കുന്ന ശ്രമം, രാത്രിയിൽ അവന്റെ വീടിന് തീയിടാനുള്ള എന്റെ മുന്നേറ്റം, ഇത്രയും ആവേഗമൊന്നും നാമം ജപിക്കുന്നതിലോ യോഗശാസ്ത്രം പഠിക്കുന്നതിലോ എനിക്കുണ്ടാവാറില്ല. പക്ഷെ ഞാനാണ് ലോകത്തിലെ ഏറ്റവും വലിയ ആധ്യാത്മികവാദി. എന്റെ സ്ഥൂല ശരീരത്തിന്റെ വിഷയചിന്തനത്തിനപ്പുറത്തേക്ക് ആധ്യാത്മികത കടന്നു ചെല്ലാതിരിക്കുകയും എന്റെ സ്ഥൂല ശരീരത്തെ വിട്ട് സൂക്ഷ്മവും കാരണവുമായ ശരീരത്തിന്റെ ആവേഗങ്ങളിൽ മുഴുവൻ വിഷയലോകം കരതീർന്ന് തത്തിക്കളിക്കുകയും ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഈ ടെക്നിക്കുകളും പിക്നിക്കുകളും ഒക്കെ എന്നെ ആധ്യാത്മികതയിലെത്തിക്കുക? ഇതൊക്കെ ചിന്തിച്ച് കഴിഞ്ഞിട്ട് പോരെ ജപിക്കാൻ?